ദുരന്തർ ഒരു ഹിന്ദി ലാംഗ്വേജ് സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ആദിത്യ ധർ, ദ ഡയറക്ടർ ഓഫ് ദ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. അത് ആ സമയത്ത് കീട്ടിലെ സിനിമയായിരുന്നു. ആ ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് വന്ന ഒരു സിനിമയായിരുന്നു ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. അപ്പൊ തന്നെ തെളിയിച്ചതായിരുന്നു ആദിത്യ ധർ വാസ് എ ഗ്രേറ്റ് ഫിൽം മേക്കർ. ആൻഡ് ഈ ഒരു സിനിമയോട് വീണ്ടും തെളിച്ചിരിക്കുകയാണ് ദാറ്റ് ഈസ് എ മോൺസ്റ്റർ ഡയറക്ടർ എന്ന്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ആദിത്യ ധർ, ലോകേഷ് ധർ ആൻഡ് ജ്യോതി ദേശ്പാണ്ഡെ. ആൻഡ് ഈ സിനിമയുടെ കാസ്റ്റിനെ പറ്റി അറിയാലോ, ഒരു എൻസെമ്പിൾ കാസ്റ്റ്. അതിന്റെ മെയിൻ കഥാപാത്രങ്ങളാണ് രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, ആർ മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ, രാകേഷ് ബേഡി. സിനിമാറ്റോഗ്രഫി വികാഷ് നോലഖ. എഡിറ്റഡ് ബൈ ശിവകുമാർ വി പണിക്കർ. മ്യൂസിക് ബൈ ദ നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ ശശ്വത് സച്ദേവ്. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ജിയോ സ്റ്റുഡിയോസ്. ആൻഡ് സിനിമയുടെ റൺ ടൈം 214 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ 35 മിനിറ്റ്. എനിക്ക് സിനിമയിൽ ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നിയ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 മണിക്കൂർ സിനിമയിൽ എനിക്ക് തോന്നിയത് 2.5 മണിക്കൂർ മാത്രമാണ് തിയേറ്ററിൽ ഇരുന്നതെന്ന്. അത്രയും എൻഗേജിങ് ആയിരുന്നു സിനിമ. ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ ഒരുപാട് ത്രില്ലേഴ്സ് ആണെങ്കിലും റൊമാൻറ്റിക് സിനിമകളാണെങ്കിൽ പോലും 3.5 മണിക്കൂർ സിനിമകൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റിയ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ഈ കാലത്തില്ല. ഈ സമയത്ത് 3 മണിക്കൂർ സിനിമകൾ പോലും നമ്മളെ പറ്റാണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ബോറടിപ്പിച്ച് അവശനാക്കുന്നുണ്ട്. അപ്പോഴാണ് ആദിത്യദർ 3.5 മണിക്കൂർ സിനിമയായിട്ട് വന്നിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നത്. അതൊരു വല്ലാത്തൊരു കഴിവാണ്. ആദിത്യദർ ഇസ് എ ഗ്രേറ്റ് ഡയറക്ടർ വിത്ത് എ ഗ്രേറ്റ് വിഷൻ എന്ന് വീണ്ടും കാണിച്ചു തന്നിരിക്കുകയാണ് ദുരന്തർ എന്ന സിനിമയിലൂടെ. ഈ സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് പോലും എന്ത് അടിപൊളിയായിരുന്നു. ല്യാറി എന്ന കറാച്ചിയിലെ ഒരു ഭാഗത്തെ പറ്റിയാണ് ഈ സിനിമയുടെ കഥ മൊത്തം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥലം എന്ത് കിടിലനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് പാകിസ്ഥാനിൽ പെട്ട ഒരു ഫീലാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അത് കംപ്ലീറ്റ്ലി ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പോലും 140 കോടിയാണ്. 140 കോടി രൂപയ്ക്ക് ഒരു ഗംഭീര സാധനം ശരിക്കും അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറയണത് സിനിമ വേറെ ലെവൽ എന്ന് മാത്രമല്ല, സിനിമ ഭയങ്കര ഓണസ്റ്റ് വർക്കാണ്. നമ്മൾ എന്തോരം സ്പൈ സിനിമകളാണ്, ഒരു സ്പൈ യൂണിവേഴ്സ് തന്നെയുണ്ട്. അതിനകത്ത് കുറെ ഊച്ചാള് സിനിമകളിൽ പറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനകത്ത് ആ ഒരു സിനിമകളായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇത് എന്തൊരു ഓണസ്റ്റ് വർക്ക് എന്ന് ഞാൻ പറയും. ഓണസ്റ്റ് വർക്ക് എന്ന് പറയാനുള്ള കാരണം ചുമ്മാ തട്ടിക്കൂട്ടല്ല, ശരിയാണ്. ഈ സിനിമയുടെ കഥയും ഒരു നോർമൽ കഥയുള്ളൂ. ഒരു ഇന്ത്യൻ സ്പൈ പാകിസ്ഥാനിലോട്ട് പോകുന്നു, അവിടുത്തെ ടെററിസം ഇല്ലാണ്ടാക്കാൻ, നമ്മുടെ ഇന്ത്യനെ ബാധിക്കാതിരിക്കാൻ. പക്ഷേ അത് അത് എഴുതി അത് പ്രസന്റ് ചെയ്ത രീതി, അതാണ് ഈ സിനിമയിൽ എന്തൊരു വ്യത്യാസമാക്കണത്. എനിക്ക് ആ ഒരു കാര്യം പറയാനുള്ളൂ. ആദിത്യ ചോപ്ര ആണെങ്കിലും അല്ലെങ്കിൽ സ്പൈ യൂണിവേഴ്സിൽ ഏത് ആൾക്കാരാണെങ്കിൽ പോലും അവര് ഈ സിനിമയെ കണ്ട് പഠിക്കുക. ഇതാണ് ഒരു ഓണസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. തട്ടിക്കൂട്ട് സിനിമയല്ല ഇത്. പിന്നെ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, ആർ മാധവൻ, അർജുൻ രാംപാൽ ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ കാസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പേടിക്കണം. നമ്മൾ യൂഷ്വലി ഇപ്പൊ ഏതെങ്കിലും തമിഴ് സിനിമ, ഇപ്പൊ ലോകേഷിന്റെ ലിയോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കൂലി ആണെങ്കിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു കാസ്റ്റാ. പക്ഷെ ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് ആൾക്കാർക്കൊന്നും വാല്യൂ പോലും കൊടുത്തിട്ടില്ല. ആകെ മെയിൻ ആക്ടറിന് കൊടുത്ത വാല്യൂ ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു പേടി ഈ ഒരു സിനിമയിൽ ഉണ്ടാവും ഇത്രയും വലിയൊരു കാസ്റ്റ് കാണുമ്പോൾ. പക്ഷെ ആദിത്യദർ അവിടെയും തോപ്പിച്ചു. ഇവർക്ക് ഇന്ന ആക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന വാല്യൂ, ഇതിനകത്ത് രൺവീർ സിംഗിന് കൊടുത്തിരിക്കുന്ന അതേ പവർ തന്നെ ഇതിനകത്ത് എല്ലാ ആക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട്. ലോകേഷ് പോലും ഈ ഒരു സ്ക്രിപ്റ്റ് കണ്ടു വേണം പഠിക്കാൻ. ഇങ്ങനെ വേണം ആക്ടേഴ്സിനെ വാല്യൂ ചെയ്യാൻ, ഇങ്ങനെ വേണം ആക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ബിക്കോസ് ഇതിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് അവര് അടിച്ച് പൊളിച്ചിട്ടാണ് പോണത്. വെറും സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, പിന്നെ ആർ മാധവൻ ഇവരൊക്കെ സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. സ്പെഷ്യൽ അപ്പിയറൻസ് ആണെങ്കിൽ പോലും ഇവരെല്ലാം ഷൈൻ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ ഇമ്പോർട്ടൻറ്റ് റോള് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ. അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അക്ഷയ് ഖന്നയായിരുന്നു. എവിടെയായിരുന്നു? ഇടയ്ക്ക് ഒരു സിനിമയിൽ വന്ന് അഭിനയിക്കുള്ളൂ, ഇങ്ങനെ വന്ന് ഞെട്ടിച്ചു. ചാവേലും ഞെട്ടിച്ചു. അതേപോലെ അതിലും കൂടുതൽ ഞെട്ടിച്ചു ഈ സിനിമയിൽ എന്തൊരു ഓറ, എന്തൊരു സ്ക്രീൻ പ്രസൻസ്, എന്തൊരു പെർഫോമൻസ് എന്ന് ഞങ്ങൾക്ക് വിചാരിച്ചു പോയി. രൺവീർ സിംഗ് പോലും അതിൽ തോറ്റുപോയി. രൺവീർ സിംഗും അക്ഷയ് ഖന്നയുടെയും രണ്ട് മൂന്ന് സീൻസ് ഉണ്ട് ഒരുമിച്ച്. അതിലൊക്കെ നോക്കിയപ്പോൾ അക്ഷയ് ഖന്നയാണ് അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അക്ഷയ് ഖന്നയുടെ ഇൻട്രോ പോലും ഭയങ്കര ഇൻട്രോ ആയിരുന്നു. നമുക്ക് തന്നെ ഒരു ചിൽസ് വരും. ഇങ്ങനെ വേണം ഒരു വില്ലനെ പ്രസന്റ് ചെയ്യാനായിട്ട്. അത്രയും ജസ്റ്റ് ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ്, പെർഫോമൻസ്, ആ ഒരു ബിഹേവിയർ എല്ലാം കൊണ്ടും നമുക്ക് തന്നെ ഇങ്ങനെ പേടി വരും. എന്താ ഇയാൾ ചെയ്യാൻ പോണത്,
ഭയങ്കര ടെൻഷൻ വരും. ഇതിൽ അക്ഷയ് ഖന്ന നല്ല നല്ല റോളുകൾ ഇനിയും ബോളിവുഡ് കൊടുക്കട്ടെ. നല്ല രീതിയിൽ നല്ല സിനിമകൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ആക്ടറാണ്, നല്ല കേപ്പബിലിറ്റി ഉള്ള ആക്ടറാണ്. ഇനിയും സിനിമയിൽ കാണാൻ കൊതിക്കുന്നു. ഈ സിനിമയിൽ തന്നെ ഞാൻ ഈ ആക്ടറിനെ കാണാനാണ് കൂടുതൽ ആഗ്രഹിച്ചത്. അതേപോലെ രൺവീർ സിംഗ് രൺവീർ സിംഗിന് ഒട്ടുക്കത്തെ കേപ്പബിലിറ്റി. ഏത് റോള് പോലും എന്തൊരു വൃത്തിയായിട്ടാ ചെയ്യണത്. ഭയങ്കര റേഞ്ച് ഉള്ളൊരു ആക്ടർ. ഇതിനകത്ത് പോലും അക്ഷയ് ഖന്നയാണ് കൊലമാസെങ്കിൽ പോലും രൺവീർ സിംഗ് ആ ഒരു ക്യാരക്ടർ എന്ത് വെടിപ്പായിട്ട് ചെയ്തിരിക്കണത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിഫറെന്റ് ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഈ സിനിമയുടെ ക്യാരക്ടേഴ്സിനെ എഴുതിയിരിക്കുന്നത്. അത്രയും രസമായിട്ട് അതിലെ ക്യാരക്ടേഴ്സിനെ എഴുതിയിരിക്കുന്നത്. രൺവീർ സിംഗിന്റെ പെർഫോമൻസ് ആണെങ്കിൽ പോലും ഭയങ്കര നന്നായിരുന്നു. പിന്നെ ഈ സിനിമ ഇത് വെറും ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. സെക്കൻഡ് പാർട്ട് വരാൻ കിടക്കുന്നുള്ളൂ. അതും ജസ്റ്റ് 3 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ പടം തീരുമ്പോൾ ഒരു ഗ്ലിംസ് കാണിക്കും. അതാണ് പടം എന്ന് നമ്മൾ വിചാരിക്കും. ദുരന്തർ പാർട്ട് 2 ആണ് മെയിൻ സാധനം വരുന്നുള്ള പോലെയാണ് അവർ ഇറക്കി വിട്ടിരിക്കുന്നത്. ദുരന്തർ പാർട്ട് 1 ശരിയാണ്, കുറെ ബിൽഡപ്പ് ചെയ്ത് കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ഓപ്പറേഷൻ ലാരി, അതേപോലെ ടെററിസം, പൊളിറ്റിക്സ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ എവിടെ അവസാനം എത്തിച്ചേരുന്നത് ഈ സെക്കൻഡ് പാർട്ട് കാണിച്ചുകൊണ്ടാണ്. സെക്കൻഡ് പാർട്ടിലാണെങ്കിൽ അതിന്റെ ഗ്ലിംസ് അതിലും വേറെ ലെവല്. ഈ അടുത്ത് ദേ കോൾ ഹിം ഓജി എന്ന പടം കണ്ടായിരുന്നു. ദേ കോൾ ഹിം ഓജിയിൽ ഒരു ജപ്പാൻ കാണിക്കുന്ന കുറെ സീനുകളുണ്ട്. 1-2 സീനുള്ളൂ. പക്ഷെ എനിക്ക് ആ സീനുകളാണ് കാണാൻ കൂടുതൽ കൊതി വന്നത്. അതേപോലെയാണ് ദുരന്തർ പാർട്ട് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. ജസ്റ്റ് 3 മാസമുള്ളൂ. പക്ഷെ ടോക്സിക് എന്ന സിനിമയുടെ കൂടെ റിലീസ് ചെയ്യണത് അതിന് അഫക്റ്റ് ആവാതിരുന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സാറ അർജുൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സാറ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്യാറ്. ഇത്രയും കാലത്തെ സിനിമ ജീവിതത്തിൽ നിന്ന ഒരു കൊച്ചാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരുടെ റൊമാൻസ് ആണെങ്കിൽ പോലും നമുക്കൊരു സുഖമില്ലായ്മ തോന്നുമെങ്കിൽ പോലും അത് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ടർ ആണെങ്കിലും ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് സാറേനെ അത് കാസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാ പോലും ഇവരുടെ റൊമാൻസും ഇതിലെ കുറെ സീൻസ് കാണുമ്പോൾ ഒരു കൊച്ചു കുട്ടി എന്ന പോലെ തന്നെയാണ് നമുക്ക് സാറേനെ തോന്നുന്നത്. സാറേക്ക് ഒട്ടും ഒരു രീതിയിൽ മെച്യൂരിറ്റി കംപ്ലീറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇവര് മേക്കപ്പ് ഇട്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെ തളിച്ചിട്ടുണ്ടെങ്കിലും അവർ മെച്യൂരിറ്റി ആക്കി നോക്കിയെങ്കിൽ പോലും സൗണ്ട് ആണെങ്കിലും കുറച്ച് ബിഹേവിയർ ഒക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു കൊച്ചുകുട്ടി അഭിനയിക്കുന്ന പോലെ തോന്നുള്ളൂ. അത് കുറെ സീൻസിൽ നമുക്ക് പാവം തോന്നും. പക്ഷെ എന്നാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഈ റൊമാൻസ് ആണെങ്കിലും ഈ ലവ് ട്രാക്ക് ആണെങ്കിൽ പോലും ഈ സിനിമയെ അധികം മോശമാക്കുന്നില്ല. അവരെ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ്, അതും വലിച്ചു നീട്ടാണ്ട് എല്ലാം കുറച്ച് രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. മോസ്റ്റ്ലി ഈ സിനിമയിൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഈ സിനിമയുടെ മെയിൻ കണ്ടന്റിൽ തന്നെയാണ്. സ്പൈ വർക്കും പൊളിറ്റിക്സും പിന്നെ അതേപോലെ ഈ സിനിമയുടെ ത്രില്ലിംഗ് ഭാഗത്ത് തന്നെയാണ്. പിന്നെ സിനിമയുടെ ആക്ഷൻ സീക്വൻസസ് നല്ല റിയൽ, നല്ല ബ്രൂട്ടൽ, നല്ല വെൽ എക്സിക്യൂട്ടഡ് ആക്ഷൻ സീക്വൻസസ്. എ റേറ്റഡ് ആണ്. അത് മനസ്സിൽ വെച്ച് തന്നെ പോയി പടം കാണുക. അത്രയും ബ്രൂട്ടൽ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആണി പോലെ സാധനം വെച്ചിട്ട് തലയിടിച്ച് തകർത്ത് ബ്രെയിൻ തെറിക്കുന്ന പോലെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെക്കും. ഇങ്ങനെയാണ് ഈ സിനിമയുടെ ആക്ഷൻ. നല്ല ബ്രൂട്ടൽ ആണ്, നല്ല വയലന്റ് ആണ്. ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഭയങ്കര ബ്രൂട്ടൽ, ഗ്രിറ്റി, വയലന്റ് വേൾഡ് ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. അതേപോലത്തെ ഒരു ആക്ഷൻസ് ആണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സും കാണിച്ചിരിക്കുന്നത്. സോ ആക്ഷൻ സീക്വൻസ് ഇങ്ങനത്തെ ബ്രൂട്ടാലിറ്റി ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ നന്നായിട്ട് ഇതിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ എൻജോയ് ചെയ്യും. ഇതിൽ ആ വയലൻസ് മുതൽ എൻജോയ് ചെയ്യും, ബ്ലഡ് ഷെഡ് എൻജോയ് ചെയ്യും. പക്ഷെ ബാക്കിയുള്ളവർ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഈ ഒരു വയലൻസ് ഒക്കെ. ഈ പടത്തിൽ അങ്ങനെ പിന്നെ വലിയ ഫില്ലേഴ്സ് ഒന്നുമില്ല. എന്തൊക്കെ കാണിക്കണം അത് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലവ് ട്രാക്ക് ആണെങ്കിലും റൊമാൻസ് പോർഷൻസ് ആണെങ്കിലും ഒന്നും അധികം അനാവശ്യമായിട്ട് ഫീൽ ചെയ്യില്ല. അതൊക്കെ കറക്റ്റ് ഒരു ധാരണ ഉള്ളതോടെയാണ് ഈ ടീം കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫില് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇൻക്രെഡിബിൾ ഈവൻസ്. അപ്പൊ ആ ഒരു ഇൻക്രെഡിബിൾ ഈവൻസിന്റെ കുറെ ട്രൂ ക്ലിപ്സ് കാണിക്കും, അവരുടെ ഒറിജിനൽ ഫേസുകൾ കാണിക്കും, ആരൊക്കെയായിരുന്നു ഇവരെന്നൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ സെക്കൻഡ് ഹാഫിലെ കുറച്ച് പോർഷൻസ് ഒക്കെ ഭയങ്കര ഡിസ്റ്റർബിങ്, കുറച്ച് ഇമോഷണൽ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തു. ആ ട്രൂ ക്ലിപ്സ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ദുഷ്ടന്മാരാണ് ഇവർ. അങ്ങനെയാണ് ഈ സീൻസ് ഒക്കെ ഇതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സശ്വത് സച്ദേവിന്റെ മ്യൂസിക്, നാഷണൽ അവാർഡ് വിന്നിംഗ് മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങനത്തെ മ്യൂസിക് നല്ല വെറൈറ്റി ആയിരുന്നു. ആ ഒരു റെട്രോ വൈബ്, നല്ല ക്ലാസിക് സോങ്സ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ പോലും ആ ഗ്രിറ്റി വേൾഡ് നല്ല ബ്രൂട്ടൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങും വളരെ നന്നായിരുന്നു. ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3.5 മണിക്കൂറാണ്. എനിക്ക് പേഴ്സണലി 3.5 മണിക്കൂർ അങ്ങനെ ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. എൻജോയ് ചെയ്ത് ഡീസന്റ് ആയിട്ട് എൻഗേജ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. പക്ഷെ എന്റെ
അനുഭവം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഓരോ ആൾക്കും ഓരോ ചിന്താഗതിയും ഓരോരോ ആ, കാഴ്ചപ്പാടായിരിക്കും. അതേപോലെ തന്നെ ആൾക്കാർക്ക് ലാഗ് അടിക്കുന്ന ആൾക്കാരുണ്ടാവാം, ബോർ അടിക്കുന്ന ആൾക്കാരാവാം, ഉറക്കം വരുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ എൻജോയ് ചെയ്ത് എന്റർടൈൻ ആയി ഇരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ബാങ്കർ എക്സ്പീരിയൻസ് കിട്ടുന്ന ആൾക്കാരും ഉണ്ടാവാം. സോ ഞാൻ ഈ പറയുന്നത് മനസ്സിൽ വെക്കുക, അങ്ങനെ പോയി ഈ പടത്തിനെ കാണുക. ഈ സിനിമയിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് അവരത് വൃത്തിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ ട്രെയിലറിൽ എന്താ കാണിച്ചത് അത് ആ ഒരു ട്രെയിലർ ലെവൽ എത്തിയില്ലെങ്കിൽ പോലും അവര് നല്ല ജസ്റ്റിഫൈ ചെയ്ത് നല്ല ഓണസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് അവരെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ വേറെ നെഗറ്റീവ് എനിക്ക് തോന്നിയത് നമ്മുടെ രൺവീർ സിംഗും സാരാർജുന്റെ അവരുടെ ആ ഒരു റൊമാൻസ് ആണ്. എനിക്ക് വീണ്ടും തോന്നിയത് സാരാർജുൻ അല്ല, ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തന്നെയാണ്. വേറെ ഒരു കുറച്ചുകൂടെ മെച്യൂർ ആയ ഒരു ആക്ട്രസിനെ അവർക്ക് എടുക്കായിരുന്നു. പിന്നെ അതേപോലെ ഈ പടത്തില് കുറെ മാസമായിട്ട് കാണിക്കുന്ന കുറെ സീൻസ് ഉണ്ട്, കുറെ സ്ലോ മോഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും വലിയ പഞ്ചായിട്ട് തോന്നിയില്ല. അതെന്തുകൊണ്ടെന്ന് അറിയില്ല, പക്ഷെ അവിടെ ഒന്നും വലിയൊരു പഞ്ച് ഫീൽ ചെയ്തില്ല, വലിയൊരു ഹൈ മൊമെന്റ് ഫീൽ ചെയ്തില്ല. മ്യൂസിക്കിന് പോലും കുറെ സീൻസിലൊന്നും അതൊന്നും ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. സോ ഗോ ആൻഡ് എൻജോയ് ദി ഗുഡ് സ്പൈ ആക്ഷൻ ത്രില്ലർ. എന്നാലേ ദുരന്തർ പാർട്ട് മെയ് 19 റിലീസാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ടക്കി വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.